ചായക്കട എത്തിയിട്ട് നല്ലൊരു വൈബ് സ്പോട്ടിൽ സൂപ്പർ ചായക്കട. ഒറ്റയ്ക്ക് നല്ല ഇരിക്കാൻ, നല്ല കാറ്റ്, തണുത്ത കാറ്റ്, നല്ല വ്യൂ കേട്ടോ, നല്ല വൈബ്. നോക്ക് ഈ ഒരു വ്യൂ നോക്ക്, ഞാൻ കാണിച്ചു തരാം. ഈ വ്യൂ വേറെ ലെവൽ കേട്ടോ. ഈ ചായക്കട പ്ലേസ് ചെയ്തൊരു സ്ഥലമില്ലേ, ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു. യെസ്, അവിടെ സീറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടി. നല്ല സംഭവം വേർത്താട്ടോ ഇവിടെ വന്നത്. ഐ മീൻ ഇങ്ങോട്ട് അകത്തേക്ക് കേറിയത്. ഇത് നമുക്കറിയാം, നമ്മൾ പണ്ട് വരുന്ന സ്ഥലം ഇതൊക്കെ. ഇപ്പൊ പുതിയതായിട്ട് ചായക്കടയൊക്കെ തുടങ്ങി വൈബാക്കിയിട്ടുണ്ട്. കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. നമുക്കൊരു ചായ പറയാം, ചായ പറഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി ഇരിക്കാം. ഓ ഇവിടെ കൊതിയാവും നിനക്ക്. എന്തുവാ നെയ്യപ്പൊക്കെ വാങ്ങി കഴിക്കുന്നു? ഒരു കുമ്പിളപ്പം, രണ്ട് ചായ, അത് കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ എന്ത് പറ്റുമോ അത്. ചായ കിട്ടട്ടെ. വേറെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ ചായ കിട്ടിയിട്ട് അവിടെ പോയിരിക്കാം അല്ലേ? എന്താ ഇതൊക്കെ എന്ത് പ്ലേസ് ആണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഭയങ്കര രസം ഇവിടെ സത്യം. ഞാൻ ചുമ്മാ ഇത് എഫക്റ്റ് പറയുമല്ല. ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചോക്ക്. ഇത് ഭയങ്കര ഒരു എന്താ പറയാ ഗ്രാമപ്രദേശമാണ്. നമ്മള് സിറ്റിന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് പോകുമ്പോ കാണുന്ന ഒരു തേയില പോലെ അകത്തേക്ക് കേറിയിട്ട് കുറച്ച് സിറ്റി കൂടെ പോകുമ്പോ ആ റോഡിന്റെ സൈഡിലുള്ള തേയില കണ്ടേ പോകുള്ളൂ. ഇതുപോലത്തെ ഒരു സ്പോട്ട് നമ്മൾ കാണൂല. കാണില്ല. നല്ലൊരു മരത്തിന്റെ സൈഡിൽ കുറെ സീറ്റിംഗും വെച്ച ഒരു ഷോപ്പ്, ഒരു ചായക്കട, പശു ഇവിടെ നല്ല ഫോഗ് കേറുന്നുണ്ട്. നല്ലൊരു ഈവനിങ് സ്പോട്ട് കേട്ടോ, നല്ല ഈവനിങ് സ്പോട്ട്. കൂടുതൽ വണ്ടിയൊന്നും പോകുന്നേ വളരെ വല്ലപ്പോഴും ഓരോ വണ്ടിയെ പോകുന്നുള്ളൂ. ശല്യമില്ല, കൂളായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. എനിക്ക് തണുക്കുന്നു, സ്വെറ്റർ ഇടണം. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്കാണ് ഈ സ്പോട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. ചായ ഫുള്ള് തണുത്തോട്ടോ. അത് കുഴപ്പമില്ല, ചായ കുടിക്കാം. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഈ സ്പോട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഈ ഒരു സെറ്റപ്പ് ഇവര് ചെയ്തിട്ടില്ലായിരുന്നു. ചായ തണുത്തു ഒരു 10 സെക്കൻഡ് ആയിട്ടുള്ളൂ ചായ ഇവിടെ. നല്ല നെയ്യപ്പം വാങ്ങിക്കണ്ട, നെയ്യപ്പം അല്ല കുമ്പിളപ്പം അല്ല, അതെന്തായിരുന്നു? അതന്നെ കൊള്ളാം. എന്താ ഫീല്, അന്തസ്. ഇവിടെ ഒന്നും എന്താ നമ്മൾ നേരത്തെ വരാണ്ടിരുന്നേ? ഞാൻ നേരത്തെ വരാണ്ടിരുന്നേ. നീയല്ലേ, എനിക്കല്ല ഇടുക്കി വരാൻ ഇഷ്ടമില്ലാത്ത. ഇവൻ എവിടെയാ എന്നെ കൊണ്ടുപോയിക്കുന്നേ? ആ സിറ്റിയിൽ. ഇവന്റെ വീട് ആ സിറ്റിയിൽ തന്നെയോ? അതെ, എന്റെ വീട് വരെ കൊണ്ടുപോയിട്ടുണ്ടോ? കൂടി പോയാ. അതെ, നമ്മൾ ഇങ്ങോട്ട് വരാത്തത് എന്താ വെച്ചാ, നമ്മള് സിറ്റി വന്നിട്ട് അങ്ങനെ പോവും, അവര് ടൗണിൽ വന്നിട്ട് അങ്ങനെ പോവും. അല്ലാതെ പെട്ടെന്ന് അകത്തേക്ക് നമ്മൾ വന്ന് നിൽക്കില്ലല്ലോ. നിൽക്കാനുള്ള ഒരു കോൺസെപ്റ്റിലല്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. നമ്മൾ ഇതിനു വേണ്ടി തന്നെയാണ് വന്നത്. എനിക്കിങ്ങനെ കാമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, സിറ്റി അല്ലാണ്ട്. എന്നാണ് നമുക്ക് ഒരു ഫീൽ കിട്ടുക. എൻ്റെ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമോ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ച് നല്ല തണുപ്പും കൊണ്ട് ഇവിടെ ഇരിക്കാം. എന്താ വൈബ്. ചായ ചൂട് പോയി. ഇനിയിപ്പോ ഞാൻ ഇത് കഴിച്ചിട്ട് കുടിക്കണേ, ഒന്നുകൂടെ ഓർഡർ ചെയ്യാം. അത്രയും തണുപ്പാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സമ്മർ സീസൺ ആണ്, എന്നിട്ടും ഇത്ര തണുപ്പാണ്. ഒരു കോടയൊക്കെ കയറി നല്ല വൈബായിട്ടുണ്ട്. ഞാൻ നല്ല ജാക്കറ്റൊക്കെ എടുത്തിട്ടോ, നല്ല തണുപ്പ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വൈകിട്ടായപ്പോൾ ഒരു പശുവും 2 പശുക്കുട്ടികളൊക്കെ ഉള്ളൊരു നൈസ് സീനുണ്ട്. ഞാൻ കാണിച്ചു തരാം. പശു ഇവിടുന്ന് ഓടി വന്നിട്ട് ഏതൊരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കി. അപ്പം തന്നെ 2 പശുക്കുട്ടികൾ ഓടി വരുന്നുണ്ടായിരുന്നു. ഞാൻ ശിവന്മാരെന്തിനാ ഓടുന്നതെന്ന്, ഓടിപ്പോയി പാല് കുടിക്കുക. കാണിച്ചിരണോ? അടുത്തു പോകാൻ എനിക്ക് പേടിയാണ്. കണ്ടോ ആ പശുക്കുട്ടി പാൽ കുടിക്കുന്നത്? അത് ഈ റോഡ് സൈഡിൽ നിന്ന് പാവങ്ങൾ. എനിക്കറിയില്ല ഇവരെ ഏത് വീട്ടിലാണെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ കുട്ടികളെ വിളിക്കാൻ കാണിച്ചൊരു ആക്ഷൻ ഉണ്ടായിരുന്നു. അവന്മാരിത് ഇവിടെ നിന്ന് പറന്ന് വന്ന് ഇങ്ങോട്ടേക്ക് ഓടി വന്നു ഈ പാൽ കുടിക്കാൻ വേണ്ടി. വിശന്നിട്ടായിരിക്കും എന്തല്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു പശു മെല്ലെ തലയൊക്കെട്ട് വരുന്നുണ്ട്. ഇവരുടെ വൈകിട്ടാകുമ്പോൾ ഇവരെ സമയമാകും പോകുന്നു വീട്ടിൽ പോകാനുള്ള. ഗൈസ്, ഈ പശു എന്നെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ പശുവിന് ചാണകം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി. എനിക്ക് ഈ സംഭവമില്ലേ, പണ്ട് അമ്മയുടെ ചേച്ചീൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ പശുക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതുപോലത്തെ സീൻ ഇങ്ങനെ ഒരു നാട്ടിൻപുറത്തൊക്കെ പോയിട്ട് ഇങ്ങനത്തെ സീൻ കാണുന്നല്ലാണ്ട് ഇപ്പോൾ ഒന്നും നമ്മളെ ഏരിയയിലൊന്നും പശുവൊന്നും കൂടുതൽ കാണാറില്ല. അപ്പോൾ കൊച്ചിയിലായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഇതുപോലത്തെ ഒരു വ്യൂവിൽ ഇങ്ങനെ പശു വണ്ടി വരുന്നുണ്ട്. സെക്കൻഡ് ഇതൊക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല രസമില്ല. ഇത് എൻ്റെ ഈ സൈഡിൽ തന്നെ ഒരു പശുവുണ്ട്. വാവ്, ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. നിങ്ങൾ ഇതുപോലെ ഫ്രീ ടൈമിലൊക്കെ ഇതുപോലത്തെ നല്ല സ്ഥലത്തൊക്കെ പോയി കാണുക. മൈൻഡ് ഒരു പ്രത്യേക വൈബുണ്ട് ഇവിടെ വന്നപ്പോൾ. നൈസ്. രണ്ടുപേരും ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ചേട്ടൻ്റെ ഫ്രണ്ട്. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തിലേക്ക് വന്നു. നമ്മൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. അതെ, ഇപ്പൊ ഇരുട്ടി. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ വേറൊരു സ്പോട്ടിലേക്ക് വന്നു. അതേതാ സ്പോട്ട് പറ, നിങ്ങൾക്ക് അറിയാം ഏതാന്ന്? ഇതൊരു ചേർച്ചാണ്. നമ്മള് ഇത് പട്ടുമല എന്ന് പറഞ്ഞ പള്ളി. പട്ടുമല എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിന്റെ പേര്. അവിടെ ഉള്ളൊരു പള്ളിയിൽ നിന്നാണ് വന്നത്. ഇതാണ് പള്ളി. ഇതെനിക്ക് തോന്നുന്നു ഇത് കുറെ പടത്തിലൊക്കെ കുറെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പള്ളി. എന്താണെന്ന് വെച്ചാൽ തേയിലക്കാടിന് നടുക്ക് ഒരു പള്ളി. ഇതിന്റെ കറക്റ്റ് വ്യൂ മോർണിംഗ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇത് രാത്രി ആയതുകൊണ്ട് കാണുന്നില്ല. ഫ്രണ്ടില് മൊത്തം തേയിലക്കാടാണ്. സൈഡിൽ ഇതാ ഇതൊക്കെ നല്ല വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ സ്ലോപ്പാണല്ലേ? ഇത് സ്ലോപ്പാ. ഇത് കണ്ടോ, ഇതൊക്കെ തേയിലക്കാടാണ് ഇവിടെ. ഇത് ഫുള്ള് തേയിലയാണ്. അതാണ് കയറി വരുന്ന വഴി. ഈ സൈഡിലെല്ലാം തേയിലയാണ്. ഇതിന് നടുക്ക് ഇതാ പള്ളി. ഇതാണ് പള്ളി. അതെ, എന്താ നിന്നെ കാണുന്നുണ്ട്. പകല് വരുമ്പോ നല്ല രസം ഉണ്ടാവും. എനിക്കറിയില്ല, ഞാൻ 1-2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. നല്ല സ്ഥലമാണ് ഇത്. തണുത്ത സാധനം നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇതിന്റെ സ്ട്രക്ചർ ഇത് നോർമൽ പള്ളിയുടെ ഒരു സ്ട്രക്ചർ അല്ല. ഇത് വേറെ ഒരു കുറച്ചും കൂടി ഡിഫറെന്റ് ഉള്ള സ്ട്രക്ചറാണ് ഇത്. ഈ പള്ളിയുടെ സ്ട്രക്ചർ റൗണ്ടിൽ വരുന്നത്. നോർമലി വരുന്ന പള്ളിയിലെല്ലാം ഒരു എങ്ങനെ പറയാ, ഒരു ഷാർപ്പ് എൻഡ് ആയിരിക്കും അല്ലേ? ഇതാണ് റൗണ്ടിൽ വരുന്നത്. തണുപ്പുണ്ട് കേട്ടോ. ഇവള് ജാക്കറ്റ് ഒക്കെ ഇട്ടോ കേട്ടോ. എനിക്കൊന്നും ഇല്ല. ഇടുക്കിക്കാർക്ക് എന്താ തണുപ്പൊന്നല്ലേ? നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. ഒരു വെറൈറ്റി ഒരു ഫീൽ അല്ലേ? എന്താല്ലേ ഇടുക്കിക്കാരനെ സുമ്മാവായി. ഇടുക്കി എന്ന് പറഞ്ഞാൽ സുമ്മാവാ, ഡ്രീമി പ്ലേസാ. ഇവിടെ ചോദിച്ചാൽ നേരത്തെ ഇടുക്കി വരുമ്പോ ഭയങ്കര ലാൻഡ്സ്കേപ്പ് ഭയങ്കര വ്യത്യാസം. അപ്പൊ അത് വേറൊരു ഫീല്. വേറെ കുറെ ആൾക്കാര്, വേറെ കൾച്ചർ എല്ലാം ഡിഫറെന്റ് ആണ്. കുറച്ചധികം ദൂരം ഉണ്ടല്ലോ ആ ഡിസ്റ്റൻസിന്. ഹൈ റേഞ്ചിൽ മലബാർ ഇന്ന് ഹൈ റേഞ്ചിലേക്ക് വന്ന കുട്ടിയാണിത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ. ഇപ്പൊ വന്നില്ലേ? കൊച്ചിയില് എന്താ ഈ മരം ഏതാ നോക്കായിരുന്നു. ഇത് ഏതാന്നറിയോ? പൈൻ. കുഞ്ഞു പൈൻ. പൈനുണ്ട്, തേയിലുണ്ട്. ഇതെന്താ? ഇതും പൈനാ. പിന്നെ വേറെ കുറെ ചെടികളുണ്ട്. അത് കാറ്റാടിയോ? അതിന്റെ ഇല കുറച്ച് ഗ്ലോസി ആണല്ലോ. ഗ്ലോസി കാറ്റാടി. വാഴയുണ്ട്. വാഴ ആണോ? പിന്നെ നമ്മുടെ നല്ല തണുപ്പുണ്ട്. അമ്മേ, കടലാസും പൂ. ഇത് കടലാസും പൂ. കടലാസും പൂ. അതിന്റെ മോഡേൺ നെയിം ആണ് ബോഗൻവില്ലേ. ബില്ലയാണോ? നമ്മുടെ നാട്ടിലൊക്കെ ഇത് കടലാസും പൂ കേട്ടോ. എന്താ ഇത് പോകുന്നത്? ഫുള്ള് ഫോഗാട്ടോ. ഞാനോർത്ത് താഴെ മുകളിൽ കൂടെ അല്ലേ ക്ലൗഡ്സ് ആയിരിക്കും, പക്ഷെ അത്ര മുകളിലല്ല, താഴെയാ. ആ ലൈറ്റിലാണ് കറക്റ്റ് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ നിന്ന് നല്ല വരുന്നുണ്ട്. ഡാർക്ക് ആയതുകൊണ്ട് കാണത്തില്ല. നമ്മള് പള്ളിയിലൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. നല്ല ഫോഗ് ഇങ്ങനെ അടിച്ച് കേറുന്നുണ്ട്. നല്ല സൂപ്പർ ആയിട്ട് കേറുന്നുണ്ട് അല്ലേ? അത് ഈ ലൈറ്റ് ഇവിടുന്ന് ആയതുകൊണ്ട് നമ്മൾ കാണൂല കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെയാണെങ്കിൽ കാണും. ഇങ്ങനെയാണെങ്കിൽ കാണും. പള്ളി അടച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഫോഗ് ഇതിലേക്ക് കൂടെ ഇങ്ങനെ അടിച്ച് കേറുന്നത്. നല്ല തണുപ്പ്. അങ്ങനൊന്നുമില്ല.
വണ്ടി നമുക്ക് ഇതിലെ കൂടെ എടുത്തിട്ട് പോകാന്നേ ഉള്ളൂ. ഇവിടെ മറ്റേ നോർമൽ പള്ളിയിലെ ചില സിനിമയിലൊക്കെ കാണുന്ന പള്ളിയിലൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരില്ലേ, അതുപോലത്തെ കൊറേ സ്റ്റെപ്സ് ആണ്. ഓ ഇതിലെ വരുവാണെങ്കിൽ പകല് വരുവാണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. ഈ തേയിലക്കാടിന്റെ 2 സൈഡും തേയിലക്കാട്, എന്നിട്ട് അത് കൂടെ ഇങ്ങനെ പള്ളിയിൽ സ്റ്റെപ്പ് സിനിമ സീന് കുറെ സിനിമ ഷൂട്ടിങ് ഈ പള്ളിയിൽ നിന്ന് നടന്നിട്ടുണ്ട്. പട്ടുമല പള്ളി ഈസ് എ മെയിൻ സ്പോട്ടാണ്. കുറേ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കുറേ ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നത്. ഷൂട്ടിംഗ് കാണാൻ വേണ്ടി മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് വരും, അല്ലാതെ ഞാൻ പള്ളിയിൽ വന്നിട്ടില്ല. അത് ഇതിന്റെ വ്യൂ, ഇതിന്റെ ഒരു ലാൻഡ്സ്കേപ്പും ഈ പള്ളി നിൽക്കുന്ന ഒരു സ്ഥലവും ഭയങ്കര നല്ല രസമാണ്. വേറെ ഫീലാണ്. ഇത് ഇവിടെ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതെ, അതും രാത്രി വന്ന് ഫോഗ് അടിച്ച് കയറുന്നതും നല്ല വൈബായിരിക്കും. വൈകിട്ടാകുമ്പോ ഈ പച്ചപ്പും കാണാം, കുറച്ചു നേരം ഇരുന്നിട്ട് ഈ ഫോഗും എല്ലാം ആസ്വദിച്ച് പോകാൻ പറ്റും. യെസ്. ഇനിയൊരു ചായ വേണോ? ഇപ്പൊ അല്ലേ കുറച്ചും കൂടി ചായ കുടിക്കാൻ തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി ഒരു ചായ കുടിക്കാം. അവിടെ നമുക്ക് കുറച്ച് എവിറ്റി ഔട്ട്ലെറ്റും ഉണ്ട്, മറ്റേ തേയിലയുടെ ഔട്ട്ലെറ്റ്. അപ്പൊ അവിടെ പോയി നമുക്ക് കുറച്ച് പൊടിയും കൂടെ വാങ്ങാം. എന്നാ പോവാം. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ AVT ഫാക്ടറി ഔട്ട്ലെറ്റിലെത്തി. ഇവിടെ ഹോട്ടൽ അന്നപൂർണ്ണ ഉണ്ട്, ഇത് AVT ഫാക്ടറി ഔട്ട്ലെറ്റാ. അപ്പൊ ഇവിടെ നിന്നല്ലേ നമ്മൾ തേയില വാങ്ങുന്നത്? ചായപ്പൊടി. അതന്നെ തേയിലപ്പൊടി. തേയിലപ്പൊടി. ചായപ്പൊടി. ഓക്കെ, എന്നാ ചായപ്പൊടി, തേയിലപ്പൊടി അത് വാങ്ങാം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു അന്നപൂർണ്ണ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഒരു ചായക്കട ഉണ്ട്. അവിടെ നമ്മൾ പണ്ട് വരുമ്പോ നല്ല ചൂട് കടി കിട്ടാറുണ്ട്. കടി മീൻസ് സ്നാക്സ്, ചൂട് ബജ്ജിയൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ നമുക്ക് പോയിട്ട് നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് ഒരു ചായ കൂടെ കുടിച്ചിട്ട് നമുക്ക് AVT ഫാക്ടറി ഔട്ട്ലെറ്റിൽ കയറിയിട്ട് പ്ലാൻസ് കൊണ്ടുപോകാൻ പറ്റില്ല. തേയിലയുടെ പ്ലാന്റ് നമുക്ക് കൊണ്ടുപോകാം. ഫ്ലാറ്റിലെ തേയില പൊടിച്ച് നമുക്ക് ചായ. ഇവിടെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടോ നോക്കാട്ടോ. മുളകുണ്ട്. മുളക് കഴിഞ്ഞും തോന്നുന്നു. മുളകുണ്ട്, പക്ഷെ മുളക് തീർന്നോ? ചൂടെടുക്കാ? ലൈറ്റ് ചൂടാ ആണോ? എടുത്തു. മുളക് ബജ്ജി ഉണ്ട്, ചെറിയ ചൂടേ ഉള്ളൂ. ഇത് ചട്നി വെച്ച് തരീങ്ങളാ? ഇല്ലയാ, തിരക്കാർക്കാ? ഓക്കെ, ഒന്നുകൂടെ താങ്ക. ചായ കട്ടൻ ബ്ലാക്ക് ടീ ഇരിക്കാ? 2 ബ്ലാക്ക് ടീ. ചെറിയ ചൂടിലുള്ള മുളക് ബജ്ജി. ചട്നി ഇല്ലെന്ന്. ചട്നി എടുക്കാൻ മുടിയാതാ? ഓക്കെ, ചട്നി എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് വെച്ച് കഴിക്കാം. ചട്നി ഡിപ്പ് ചെയ്യാൻ അവിടെ അകത്ത് നല്ല തിരക്കാണ്, അതുകൊണ്ട് ചട്നി എടുക്കാൻ പറ്റിയില്ല. അതാണ് പ്രശ്നം. എന്താ അത് അടിച്ചു കയറ്റുന്നേ? മുളക് ബജ്ജി എന്താ കട്ടൻ ചായ? മധുരമുള്ളത് കഴിച്ചിട്ടേ ഇതിൽ എരിവുള്ള കഴിക്കാൻ ഒരു ക്രേവിങ്സ് വന്നു. അപ്പൊ എരിവുള്ള കിട്ടി. കട്ടൻ ചായ ചട്നിന്റെ തന്നെ വിഷമമുണ്ട്. അതെ, ഞാനത് ഉള്ളിലൊതുക്കി കൊണ്ട് ഈ സാധനം കഴിച്ചോ. എനിക്കല്ലേ ആ വിസ്റ്റം ടൂത്ത് വന്നിട്ട് അവിടെ ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. എന്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. കോൾഡ് വിസ്റ്റം ടൂത്ത്, പിന്നെ തലവേദന, ബോഡി പെയിൻ. ഞാൻ കളിക്കാൻ പോയി കുറേ ദിവസം കഴിഞ്ഞിട്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോയി. എന്നിട്ട് ബോളിങ് ബാറ്റിംഗ് എല്ലാം ചെയ്തിട്ട് അടുത്ത ദിവസം ഫുള്ളും ഇപ്പം ബാക്ക് പെയിൻ ആയി. എനിക്ക് ബാക്ക് പെയിൻ അല്ല, ബോഡി പെയിൻ വരില്ലേ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് കളിക്കുമ്പോൾ? ബോഡി പെയിനും ആയി. ഇപ്പം ഫുള്ള് സീനാട്ടോ. എൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. കോൾഡ്, വിസ്റ്റം ടൂത്ത്, കളിച്ചതിന്റെ പെയിന് എല്ലാം ഉണ്ട്. ജിമ്മിൽ പോയി തുടങ്ങിയതിന്റെ പെയിന് എല്ലാം ഉണ്ട്. ഏതൊക്കെ വേണോ അതൊക്കെ ഉണ്ട്. അതെ, ഫുള്ള് സീനാട്ടോ. റെഡിയാവും, ഒരു 1 വീക്കിലെല്ലാം സെറ്റ് ആവും. നല്ലൊരു ചൂട് കട്ടൻ കുടിക്കട്ടെ. ഇവിടെ കുറേ വണ്ടി വന്ന് ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്ന കേട്ടോ. ഇത് ഒരു വലിയൊരു സ്പോട്ടാണ്. ഇങ്ങനെ ശബരിമല പോകുന്ന വണ്ടികളൊക്കെ നിർത്തുന്ന സ്പോട്ടാണ്. അപ്പൊ അതാ ഇതില് വണ്ടിയില് പാട്ടൊക്കെ വെച്ച് പിള്ളേർക്ക് ഡാൻസ് കളിക്കുന്നത്. വണ്ടിയിലെ പാട്ടാണ് വേറെ ലെവല്. ഫ്രണ്ടിൽ നിന്ന് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. ഫുള്ള് വൈബിങ് ആണ്. ലൈവ് സ്പോട്ടാണ് ഇവിടെ. ഒരു കോടി കിട്ടിയ നമ്മുടെ അടുത്ത് ലോട്ടറി വേണമെന്ന് ചോദിച്ചു. പുള്ളി കട അടയ്ക്കാൻ പോകുന്നു, വാ വേഗം. ഫാക്ടറി ഔട്ട്ലെറ്റ് ലൈറ്റ് ഓഫ് ആക്കിയതാണ്. ഔട്ട്ലെറ്റ് അടയ്ക്കാൻ പോകാം, നമുക്ക് വേഗം പോയിട്ട് സാധനം വാങ്ങാം. ഇവിടെ ഉണ്ടോന്നാവോ?
ഇതാണ് ഫാക്ടറി ഔട്ട്ലെറ്റ്. ഒരു ലൈറ്റൊക്കെ ഓഫ് ആക്കിട്ടോ. ജീപേ ചെയ്യാം. 1/2 കിലോ തേയില വാങ്ങും. ആ ക്ലോസ് ചെയ്യുന്ന സമയം കേട്ടോ. 120 AVTയുടെ തേയില ഹോൾ ലീഫ് ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ AVTയുടെ തേയില വാങ്ങി ഒരു 1/2 കിലോ. 1/2 കിലോ മതിയാവൂലേ നമുക്ക്? നമ്മള് ചായ കൂടി കുറവാ. അപ്പൊ നമുക്ക് അത്ര ആവശ്യമില്ലാതെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പ്ലാന്റ് വേണോ? ഇത് ഏതാണെന്നറിയോ? ആന്തൂര്യം. ഇവിടെ വേറെ കുറെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ നമുക്ക് പ്ലാന്റ്സിന്റെ ആവശ്യമില്ല. പ്ലാന്റ് ഇപ്പൊ വേണ്ട, എവിടെ വെക്കുന്നു പ്ലാൻ ചെയ്തിട്ട്. ഓക്കെ, സോ നമ്മൾ കരടിക്കുടി. ഈ സ്ഥലത്തിന്റെ പേരാണ് കരടിക്കുടി. കുഴി എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവര് നോർമല് ഒഫീഷ്യലി ഉള്ള പേര് കരടിക്കൂടി എന്നാണ്. ഓക്കെ, അവിടെ നിന്ന് AVT ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് 1/2 കിലോ തേയില വാങ്ങി. ഇത് നമുക്ക് ചായ ആക്കി നോക്കാം എങ്ങനെ. ഇത് പ്രീമിയം ആയിരിക്കും. ആ ഔട്ട്ലെറ്റിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് വരുന്ന സെയിം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. നമുക്ക് പോയി ചായ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് എങ്ങനെയൊന്നും നോക്കാം. ഇതൊക്കെ നമുക്ക് 6 മാസത്തേക്കുള്ള ചായ ഉണ്ടാവോ? നമ്മൾ ചായ അങ്ങനെ എപ്പോഴും കുടിക്കുന്ന ആൾക്കാരല്ല. അതെ, ഞാൻ കോഫിയാണ് കൂടുതൽ കുടിക്കാറ്. തന്നെ ഇടയ്ക്ക് കോഫി, ഇടയ്ക്ക് ടീ, അതും ഡെയിലി ഇല്ല. അതെ, സോ ഇതിന്റെ ആവശ്യമുള്ളൂ. അതെ. എന്താ അപ്പോ എന്താ നോക്കുന്നേ? നമ്മളിവിടെ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ തേയിലൊക്കെ വാങ്ങിയില്ലേ? തേയിലപ്പൊടി. ഒരു പട്ടിനെയാണ് പറയുന്നത്, വേറെ കാര്യമില്ല. ഇതാണ് ഇവനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യല്ലേ, തീർക്കാണ്, വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു അല്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഇവിടെ വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തില്ലേ നീ? ഇഷ്ടപ്പെട്ടോ? ആണോ? ക്ലൈമറ്റ് അടിപൊളിയാണ്. നമുക്ക് അത്ര ചൂടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടല്ലേ? നല്ല സിമ്പിൾ ആയിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട്. നമ്മൾ എറണാകുളം പോലെ അത്ര ചൂടില്ലല്ലോ. അപ്പൊ അവിടെ അതാണ് സീന്. ബാക്കിയെല്ലാം എറണാകുളം എല്ലാം പൊളിയാണ്. പക്ഷെ ഇവിടെ വന്ന വേറെ വൈബാണ്, വേറെ തണുപ്പ്, ഇവിടുത്തെ വേറെ കൾച്ചർ, പച്ചപ്പ്. നമ്മളൊരു റീലൊക്കെ എടുത്ത് പവർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ റീല് കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി കയറി നോക്കുക. അപ്പൊ ചെക്ക് ചെയ്യാം. പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതിന്റെ പേര് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Till then, bye guys.